നമസ്കാരം, പൊട്ടക്കടനാണേ. ഗോവിന്ദ മാമ വീണ്ടും വന്നിട്ടുണ്ട്. എന്നെ കൊണ്ട് ഇത് ചെയ്യിക്കരുത് മാമ. എന്താ മാമ എന്നും ഈ തമാശയും കൊണ്ടുവരുന്നത്? ഇന്നൊരു ഇന്റർവ്യൂ തന്നെ ആയിക്കോട്ടെ. ശോഭേ, ഞാനൊരു വികാര ജീവിയാണ് എന്നതുപോലെ ഗോവിന്ദ മാഷും ഒരു വികാര ജീവിയാണ്. കേക്കാം. മാഷ അപ്പോ സ്വർണ്ണക്കൊള്ളയാണെന്ന് മാഷ് സമ്മതിക്കുന്നു. ഞാൻ ഒരു കാര്യവും സമ്മതിക്കുന്നില്ല. കാരണം എന്താ പറഞ്ഞാൽ അതെല്ലാം പൂർണ്ണമായിട്ട് മനസ്സിലായി അന്വേഷിച്ച് ആവശ്യമായ തെളിവുകൾ വരട്ടെ. അങ്ങനെ നമുക്ക് പറയാം. ആരെ അറസ്റ്റ് ഞങ്ങൾക്ക് പ്രശ്നമില്ല. അതിനപ്പുറം പറയണ്ടല്ലോ. ആരെ അറസ്റ്റ് ചെയ്താലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. അന്വേഷിച്ചിട്ട് ആവശ്യമായ കുറ്റക്കാരാണോ അവരെ പേര് നടപടിയോ ചോദ്യം കൂടി ചോദിച്ചു. അപ്പൊ സംശയമില്ലല്ലോ. സർക്കാരിനും പാർട്ടിക്ക് എന്തെങ്കിലും യാതൊരു ബന്ധമില്ല. ഒരൊറ്റ ഉത്തരവാദിത്വമില്ല. ഞങ്ങളെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ അകത്ത് ഒരു തരത്തിലുള്ള ബന്ധമില്ല എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ വളരെ ശക്തിയായ രീതിയിൽ ഇതിനെ കൃത്യമായ അർത്ഥത്തോടുകൂടി വിശദീകരിച്ചത്. അപ്പൊ അന്ന് മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറിച്ച് കടകംപള്ളി സുരേന്ദ്രനുള്ള ബോധ്യം ഗോവിന്ദ മാഷ്ക്കില്ല. ഇല്ല, എനിക്കങ്ങനെ ഒരാളെ ബോധ്യമൊന്നുമില്ല. ഞാൻ ബോധ്യപ്പെടേണ്ട കാര്യം ഇത്രയും ശക്തവും വ്യക്തവുമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് VS അച്യുതാനന്ദനാണ്. അതൊരു നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ ശക്തവും വ്യക്തവുമായിട്ട് സൈഡിൽ ഇരുത്തിയിട്ട് ശിഖണ്ഡി കയറി ഭരിക്കാൻ തുടങ്ങിയതാണ് ഈ നാടിൻ്റെ ശാപം. അവിടെ ഇങ്ങനെ സംഭവിക്കൂ. അതിന് പറ്റിയ കുറെ അണ്ണന്മാര് ഇതുപോലെ കൂടെയുണ്ട്. എന്തോ പൊട്ടക്കടനാണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കേട്ടോ.